കാസർഗോട്ട് ഡേറ്റിംഗ് ആപ്പ് വഴി പീഡനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും റെയിൽവേ പാലക്കാട് ഡിവിഷൻ ജീവനക്കാരനും പിടിയിലായി. 9 പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് ഇപ്പോൾ പിടിയിലാകുന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള പീഡനം എന്ന തരത്തിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും കൂടുതൽ പേർ പ്രതികളായുണ്ട് എന്നാണോ അറിയാൻ കഴിഞ്ഞത്? അനുജ, കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 9 ആയിട്ടുണ്ട്. ഇനി 9 പ്രതികൾക്കാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്, ഒരു AEO ആണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. അദ്ദേഹം ഫുട്ബോൾ ക്യാമ്പിൽ വെച്ചാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. റെയിൽവേ പാലക്കാട് ഡിവിഷൻ ജീവനക്കാരനാണ്. നേരത്തെ RPF ഉദ്യോഗസ്ഥനാണെന്നൊരു വിവരം ലഭിച്ചിരുന്നു. RPFൽ നിന്ന് ഇയാളെ പുറത്താക്കിയതാണ്. തുടർന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ ജീവനക്കാരനായി ഇയാൾ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തെയും ഇപ്പോൾ നിലവിൽ പിടികൂടിയിട്ടുണ്ട്. 9 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഒരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ കുട്ടിയെ, ഈ 18 പേരും പീഡിപ്പിച്ചത്. കൂടുതൽ പ്രതികൾ കേസിലുണ്ട് എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ചന്ദേര പോലീസ് സ്റ്റേഷനിലാണ് 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജില്ലയ്ക്ക് പുറത്താണ്. ഈ കുട്ടിയെ ഏജന്റ് വഴിയാണ് പല ആളുകളും പീഡനത്തിന് ഇരയാക്കിയതെന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ച് അവിടേക്ക് കുട്ടിയെ വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കുട്ടിക്ക് പണം നൽകി ഈ സംഭവം പുറത്തറിയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റാരോടും പരാതിപ്പെടാതിരിക്കാൻ കുട്ടിക്ക് പണം നൽകിയെന്നും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് തോന്നിയ സംശയമാണ് ഇപ്പോൾ കേസിൽ ഇത്തരത്തിലുള്ള വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയതോടുകൂടി കുട്ടി സംഭവങ്ങൾ തുറന്നു പറയുകയായിരുന്നു. അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചു. ചന്ദേര പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ 4 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികൾ കേസിലുണ്ടായേക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അനുജ, കാസർഗോട്ടാണ് ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം ഉണ്ടായത്. അതിലിപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. AEO ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയാണ് ഈ കേസിലെ പ്രതികൾ എന്നുള്ളതാണ്. ഞെട്ടിക്കുന്നൊരു പീഡനമാണ് നടന്നത്. റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ജീവനക്കാരനൊക്കെ പിടിയിലായിട്ടുണ്ട്. 9 പേർ ഒളിവിലാണ് എന്നതാണ് പോലീസ് അറിയിച്ചത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.